മഹാകേരളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ ചിങ്ങം രാശിക്കാരുടെ വർഷം 2025 ജൂലൈ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത്. മാസാരംഭത്തിലെ ഗ്രഹനില നിങ്ങളുടെ രാശിയിൽ നിന്നും ഇപ്രകാരമായിരിക്കും. ചന്ദ്രൻ, ചൊവ്വ, കേതു എന്നീ 3 ഗ്രഹങ്ങൾ നിങ്ങളുടെ രാശിയിലും, രാഹു 7ാം ഭാവമായ കുംഭത്തിലും, ശനി 8ാം ഭാവമായ മീനത്തിലും, ശുക്രൻ 10ാം ഭാവമായ ഇടവത്തിലും, സൂര്യനും ഗുരുവും 11ാം ഭാവമായ മിഥുനത്തിലും, ബുധൻ 12ാം ഭാവമായ കർക്കടകത്തിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത്. ജൂലൈ 16-ാം തീയതി സൂര്യൻ മിഥുനത്തിൽ നിന്നും കർക്കടകത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും. അതുപോലെ 26-ാം തീയതി തൻ്റെ സ്വന്തം രാശിയായ ഇടവത്തിൽ നിൽക്കുന്ന ശുക്രൻ 11ാം ഭാവമായ മിഥുനത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും. 28-ാം തീയതി നിങ്ങളുടെ രാശിയിൽ കേതുവിനോടൊപ്പം നിൽക്കുന്ന ചൊവ്വ 2ാം ഭാവത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും. ഇതോടെ അംഗാരകദോഷം അവസാനിക്കുന്നതുമായിരിക്കും. മാസാരംഭത്തിൽ ചിങ്ങത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ 2.25 ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. ഈ മാസം 2 ഗ്രഹങ്ങൾ വക്രഗതിയിൽ, അതായത് റീട്രോഗ്രേഡ് ആകുന്നതായിരിക്കും. ശനി നിങ്ങളുടെ 8ാം ഭാവത്തിലാണല്ലോ നിൽക്കുന്നത്. 8-ൽ ശനി നിൽക്കുന്നതിൻ്റെ അർത്ഥം നിങ്ങൾ ഈ സമയത്ത് അഷ്ടമശനിയുടെ പ്രഭാവത്തിലാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതിനു മുൻപ് ശനി 7-ൽ നിന്നപ്പോൾ നിങ്ങൾ കണ്ടകശനിയുടെ പ്രഭാവത്തിലായിരുന്നു. പിന്നീട് ശനി 8-ൽ പ്രവേശിച്ചപ്പോൾ കണ്ടകശനി അവസാനിച്ചെങ്കിലും അഷ്ടമശനി ആരംഭിച്ചതായിരുന്നു. ആരംഭത്തിൽ ശനിയുടെ അംശബലം വളരെ കുറവായിരുന്നു. അതുപോലെ രാഹു ഒപ്പം നിന്നത് കാരണം ഇവിടെ പിശാചി യോഗവും നിർമ്മിതമായിരുന്നു. ഈ സമയത്ത് കുറച്ച് കൂടുതൽ വിഷമങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെട്ട് കാണും. എങ്കിലും ഇപ്പോൾ രാഹു രാശി മാറിയിരിക്കുകയാണ്. ശനി സ്വന്തം നക്ഷത്രമായ ഉത്രട്ടാതിയിലാണ് നിൽക്കുന്നത്. അംശബലവും വർദ്ധിച്ചിരിക്കുകയാണ്. അതിനാൽ അഷ്ടമശനിയുടെ പ്രഭാവങ്ങൾ വളരെ കുറച്ച് മാത്രമേ അനുഭവപ്പെടുകയുള്ളൂ. ശനി ഇവിടെ ജൂലൈ 13-ാം തീയതി വക്രഗതിയിലാകുന്നതും നവംബർ 28-ാം തീയതി വരെ ഏകദേശം 138 ദിവസം വക്രഗതിയിലാകുന്നതുമായിരിക്കും. അതുപോലെ ബുധനും നിങ്ങളുടെ 12ാം ഭാവത്തിൽ ജൂലൈ 18-ാം തീയതി മുതൽ ഓഗസ്റ്റ് 11-ാം തീയതി വരെ ഏകദേശം 25 ദിവസത്തോളവും വക്രഗതിയിൽ സഞ്ചരിക്കുന്നതായിരിക്കും. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ്. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില, ഇപ്പോഴത്തെ മഹാദശ, അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട്. ആദ്യമായി നിങ്ങളുടെ കരിയറിനെ കുറിച്ചാണ് വിവരിക്കുന്നത്. 10ാം ഭാവമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. 10ാം ഭാവാധിപൻ ശുക്രനാണ്. ശുക്രൻ നിൽക്കുന്നത് സ്വരാശിയായ 10ാം ഭാവത്തിലാണ്, അതായത് ഇടവർ രാശിയിൽ. ജൂലൈ 26-ാം തീയതി 11ാം ഭാവത്തിലേക്ക് രാശി മാറുന്നതുമായിരിക്കും. ശുക്രൻ്റെ സ്ഥിതി ഈ മാസം വളരെ ശുഭകരമായിരിക്കും. കരിയറിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവർക്ക് ഈ സമയത്ത് അതിന് പരിഹാരമാർഗങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കുന്നതായിരിക്കും. ജോബ് ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടിയ പാക്കേജോടുകൂടി പുതിയ ജോബ് ലഭിക്കുവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അതുപോലെ ഇൻ്റർവ്യൂവും മറ്റും കഴിഞ്ഞ് റിസൾട്ട് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ശുഭവാർത്തകൾ ലഭിക്കുവാൻ യോഗമുണ്ടാകുന്നതായിരിക്കും. വ്യാപാരി വ്യവസായികളെ സംബന്ധിച്ചിടത്തോളം ഈ മാസം നിങ്ങളുടെ ലാഭസ്ഥിതികളിൽ വർധനവുണ്ടാകുന്നതായിരിക്കും. ചെറിയ കച്ചവടങ്ങളും സ്വയം തൊഴിലും മറ്റും ചെയ്യുന്നവരുടെ ദൈനംദിന വരുമാനത്തിൽ വർധനവുണ്ടാകുന്നതായിരിക്കും. ഈ സമയത്ത് സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുന്നതും പൈസ സേവ് ചെയ്യുവാൻ സാധിക്കുന്നതും ആയിരിക്കും. ഇനി നിങ്ങളുടെ ഭാഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. 9ാം ഭാവാധിപൻ ചൊവ്വ 1ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ഇവിടെ അംഗാരകദോഷവും നിർമ്മിതമാകുന്നുണ്ട്. ഈ സമയത്ത് ഭാഗ്യസ്ഥിതികളിൽ ഏറ്റക്കുറച്ചിലുകൾ അനുഭവപ്പെടുന്നതായിരിക്കും.
കാര്യങ്ങൾ നടന്നു കിട്ടുമെങ്കിലും ആദ്യം ചില തടസ്സങ്ങളെയും മറ്റും നേരിടേണ്ടി വരും. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഗുരു അതിചാരിയായിട്ടാണ് സഞ്ചരിക്കുന്നത്. അതിനാൽ എല്ലാ കാര്യങ്ങളും ധൃതി പിടിച്ച് പെട്ടെന്ന് ചെയ്തു തീർക്കുവാനുള്ള ഒരു പ്രവണത നിങ്ങളിൽ ഉടലെടുക്കുന്നതായിരിക്കും. ഇത് ഹാനികൾ വരാനും ചിലപ്പോൾ ഇടയാക്കുന്നതായിരിക്കും. അതിനാൽ എല്ലാ കാര്യങ്ങളും സാവകാശം ശ്രദ്ധയോടെ ചെയ്യുന്നത് ശുഭഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതുമായിരിക്കും. ഈ സമയത്ത് യാത്രകളും മറ്റും ചെയ്യുമ്പോൾ മൃഗങ്ങൾ, വാഹനം എന്നിവ കാരണം പരിക്കുകൾ പറ്റാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്. 7ാം ഭാവമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. 7ാം ഭാവാധിപൻ ശനിയാണ്. ശനി നിൽക്കുന്നത് 8ാം ഭാവത്തിലാണ്. ശനി 8ൽ നിൽക്കുന്നതിൻ്റെ അർത്ഥം ഈ സമയത്ത് നിങ്ങൾക്ക് അഷ്ടമശനിയുടെ പ്രഭാവത്തിലാണ് എന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതായിരുന്നല്ലോ. ഈ സമയത്ത് ചൊവ്വയുടെ 8ാം ദൃഷ്ടി പതിക്കുന്നതും 8ൽ നിൽക്കുന്ന ശനിയുടെ മേലാണ്. 7ാം ഭാവത്തിലും ചൊവ്വയുടെ ദൃഷ്ടി പതിക്കുന്നുണ്ട്. 7ൽ രാഹുവും നിൽക്കുന്നുണ്ട്. ഇതിനെല്ലാം ഉപരി അംഗാരകദോഷം. ഈ കാരണങ്ങൾ കൊണ്ടെല്ലാം തന്നെ ഈ മാസം ദാമ്പത്യ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട്. ചില സമയത്ത് ചെറിയ കാര്യങ്ങൾ പോലും ഊതി വീർപ്പിച്ച് വലിയ പ്രശ്നങ്ങളാകുവാൻ ഇടയാക്കുന്നതായിരിക്കും. ദമ്പതികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ വാക്കുതർക്കങ്ങളോ കലഹങ്ങൾ ഇവയെല്ലാം ഈ സമയത്ത് ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട്. നേരത്തെ മുതൽ പ്രശ്നങ്ങളെ നേരിട്ട് കൊണ്ടിരുന്നവർക്ക് അതിൽ വർധനമുണ്ടാകുവാനും സാധ്യതകളുണ്ട്. അതിനാൽ ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും നല്ല വിവേകപൂർവ്വം വേണം ചെയ്യുവാൻ. ക്രോധത്തിൽ നല്ല കൺട്രോൾ ചെയ്യുവാനും ശ്രമിക്കണം. ഈ സമയത്ത് ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിലും പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട്. ഈ കാര്യവും എപ്പോഴും ഓർമ്മയിലുണ്ടായിരിക്കണം. ഇനി വിദ്യാർത്ഥികൾക്ക് ഈ മാസം എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. 5ാം ഭാവാധിപൻ ഗുരുവാണ്. ഗുരു നിൽക്കുന്നത് 11ാം ഭാവത്തിലാണ്. ഇവിടെ നിന്നും ഗുരുവിൻ്റെ ദൃഷ്ടി പതിക്കുന്നതും 5ാം ഭാവത്തിലാണ്. വിദ്യാർത്ഥികൾക്ക് ഇത് അനുകൂല സമയമായിരിക്കും. പരീക്ഷകളിൽ പ്രതീക്ഷിച്ച റിസൾട്ടുകൾ ലഭിക്കും. ആഗ്രഹിച്ച സ്ഥലത്ത് അഡ്മിഷൻ ലഭിക്കും. ഉപരിപഠനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസ് ഇൻ്റർവ്യൂവിലും മറ്റും നന്നായി പെർഫോം ചെയ്യുവാൻ സാധിക്കുന്നതുമായിരിക്കും. ലവ് റിലേഷനിലുള്ളവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചൊവ്വയും കേതുവും ചേർന്ന് അംഗാരകദോഷം നിർമ്മിക്കുന്നത് നിങ്ങളുടെ ബന്ധത്തിൽ വിള്ളലുകൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും. അഗ്രസീവ്നെസ്, ഈഗോ പ്രോബ്ലം എന്നിവ ഉടലെടുക്കുന്നതും അത് വാക്കുതർക്കങ്ങൾക്കും കലഹങ്ങൾക്കും മറ്റും കാരണമാകുന്നതുമായിരിക്കും. അതിനാൽ നല്ല വിവേകപൂർവ്വം വേണം ഈ സമയത്ത് തമ്മിൽ സംസാരിക്കുവാനും പെരുമാറുവാനും. അവസാനമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികളെക്കുറിച്ചാണ് പറയുന്നത്. 1ാം ഭാവാധിപൻ സൂര്യനാണ്. സൂര്യൻ നിൽക്കുന്നത് 11ാം ഭാവത്തിലാണ്. 16-ാം തീയതി സൂര്യൻ 12ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും. സൂര്യൻ്റെ സ്ഥിതി ഈ മാസം നല്ലതായിരിക്കുമെങ്കിലും 1ാം ഭാവത്തിൽ അംഗാരകദോഷം ഉണ്ടായിരിക്കുന്നതിനാൽ നേരത്തെ മുതൽ രോഗഗ്രസ്തരായിട്ടുള്ളവർ ഈ സമയത്ത് നല്ല പ്രീകോഷൻ എടുക്കണം. സമയത്തിന് മരുന്നുകൾ കഴിക്കുന്നതും മെഡിക്കൽ ചെക്കപ്പുകളും മറ്റും ചെയ്യുന്നതും നല്ലതായിരിക്കും. ഇതാണ് ചിങ്ങം രാശിക്കാരുടെ ജൂലൈ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.